CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും തുടരെയുള്ള പരാജയങ്ങൾക്ക് ശേഷം കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാവരുടെയും അവഗണനയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരത്തെക്കുറിച്ചും കൂടാതെ തന്നെ ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിനെ കുറിച്ചുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള അനാലിസിസ് വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടിയിട്ടും ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം വീണ്ടും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ക്ലബിനെ നേരിടാൻ വരികയാണ്. ഈ ഒരു സീസണിലെ മോഹൻ ബഗാനുമായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യപാദ മത്സരമാണിത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ താരമായിട്ടുള്ള സഹൽ അബ്ദുസമദിനെതിരായിക്കൊണ്ടാണ് ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് കളിക്കാനും ഇറങ്ങുന്നത്. ഏതായാലും ഈ വരുന്ന 14-ാം തീയതിയാണ് മത്സരം വരുന്നത്. അതും ഈ വരുന്ന ശനിയാഴ്ച രാത്രി 7:30 മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ തട്ടത്തിൽ വെച്ചായിരിക്കും ഈ ഒരു മത്സരം നടക്കുക. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു എവേ മത്സരം തന്നെയാണ്. ഏതായാലും ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടും പ്രതീക്ഷയോടും ഒക്കെ നോക്കി കാണുന്നു എന്നൊന്നും എനിക്ക് പറയുവാൻ സാധിക്കില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ മന്നപ്പട വരെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെയും ബാക്കിയുള്ള കാര്യങ്ങൾക്കെതിരെയും ഒക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ചെറിയ രീതിയിൽ കാഷ്വൽ ആയിട്ടുള്ള മത്സരം മാത്രമായിട്ടാണ് എടുക്കുക. പക്ഷേ ഈ ഒരു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ടീമിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മത്സരിക്കുമ്പോൾ ISLിലെ ഒരു എൽ ക്ലാസിക്കോ എന്നുവരെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നതുമാണ്. നമുക്കറിയാം ISL തുടങ്ങിയ കാലം മുതൽ തന്നെ ആദ്യ മത്സരം വരാറുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വേഴ്സസ് ATK മത്സരമായിരുന്നു. അങ്ങനെ ATK ആണ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഈ ഒരു മത്സരം ആകാംക്ഷയോടെ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാലും എല്ലാ ആരാധകരും ആകാംക്ഷയോടെ തന്നെയായിരിക്കും ഈ ഒരു മത്സരം ടിവിയിലെങ്കിലും കാണുക. പക്ഷേ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ആദ്യ മത്സരം ബ്ലാസ്റ്റേഴ്സിൻ്റെതായിരുന്നില്ല. ഏതായാലും നമുക്ക് ഈ ഒരു മത്സരത്തെ കുറിച്ച് സംസാരിച്ചു വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആണെങ്കിൽ ബംഗളൂരു എഫ്സിയോട് 4-2 എന്ന മാർജിൻ സ്കോറിൽ പരാജയപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു മത്സരം കളിക്കുവാൻ ഇറങ്ങുന്നത്. അതേസമയം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന ശക്തരെ 2-0 തോൽപ്പിച്ചുകൊണ്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈ ഒരു മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഈ ഒരു മത്സരത്തിൽ ഞാൻ തന്നെ വിശേഷിപ്പിച്ച് പറയണമെന്ന് യാതൊരു കാര്യവുമില്ല. കാരണം ഈ ഒരു സീസണിൽ തോൽവി അറിയാതെ എല്ലാ മത്സരങ്ങളും വിജയിക്കുക അല്ലെങ്കിൽ സമനില വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു ടീമാണ് മോഹൻ ബഗാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പോയിന്റ് പട്ടികയിൽ 10 മത്സരങ്ങൾ കളിച്ച് പൂർത്തിയാക്കിയപ്പോൾ 23 പോയിന്റോട് കൂടി 1-ാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ ഉള്ളത്. അതേസമയം ബ്ലാസ്റ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ 11 മത്സരങ്ങളിൽ നിന്നും 11 പോയിന്റുമായി 10-ാം സ്ഥാനത്തുമാണുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിലെ തോറ്റിട്ടുണ്ടായിരുന്ന എല്ലാ മത്സരവും എടുത്തു നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നിരയിലെ പിഴവ് കൊണ്ട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് തോൽക്കാറുള്ളത്. കൂടാതെ തന്നെ മിഡ്ഫീൽഡിൽ നിന്നുള്ള പിഴവുകളിലും ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടുണ്ട്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്കെങ്കിലും വരുമ്പോൾ ഡിഫൻസ് നില ഒന്നുകൂടി ശക്തമാക്കാനും കൂടാതെ തന്നെ മിഡ്ഫീൽഡിൽ ഡാനിഷ് ഫാറൂഖ് എന്ന ആ ഒരു താരത്തെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. കാരണം അലക്സാണ്ടർ കൊയ്ഫ് എന്ന ആ ഒരു താരത്തെക്കാളും നല്ല രീതിയിൽ ബെറ്റർ ആയി കളിക്കാൻ കൽപ്പുള്ള ഒരു താരമാണ് ഡാനിഷ് ഫാറൂഖ് എന്നുള്ളത്. നമുക്കറിയാം സാധാരണ ബ്ലാസ്റ്റേഴ്സിനെ മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നത് വിപിൻ മോഹനൻ ആയിരുന്നു. പക്ഷെ അടുത്ത മത്സരത്തിൽ വിപിൻ മോഹനൻ കളിക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം അവസാനത്തെ ബംഗളൂരു എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി 10 ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും വിപിൻ മോഹനൻ വീണ്ടും പിച്ചിലേക്ക് തിരിച്ചു വരിക. ഏതായാലും ഒരു പ്രോപ്പർ മിഡ്ഫീൽഡറുടെ അഭാവം ബ്ലാസ്റ്റേഴ്സ് നികത്തുകയാണെങ്കിൽ എന്തായാലും മിഡ്ഫീൽഡ് റോളിലൂടെ അഥവാ മിഡിലൂടെ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നോഹ സദോയുടെ ഭാഗത്തു കൂടി മാത്രമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റം നടത്തുക. അതുകൊണ്ട് തന്നെ നോഹ സദോയെ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വരികയാണെങ്കിൽ ഈ ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് നിരാശ വാർത്ത തന്നെയായിരിക്കും പുറത്തേക്ക് വരിക. ഏതായാലും നിങ്ങളെല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ലൈനപ്പിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഗോൾ പോസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ സാധാരണത്തെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി ഗോൾ കീപ്പർ ആയിട്ടുള്ള സച്ചിൻ സുരേഷ് ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലക്കാക്കുവാൻ ഉണ്ടാവുക. ഇനി പ്രതിരോധ നിലയിലേക്ക് കടക്കുകയാണെങ്കിൽ നവോച്ച സിംഗ്, മിലോസ് റിഞ്ചിച്ച്, പ്രീതം കോട്ടാൽ, പ്രബീർ ദാസ് എന്നിവരെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് പ്രബീർ ദാസും ലെഫ്റ്റ് ബാക്ക് ആയിക്കൊണ്ട് നവോച്ച സിംഗും വന്ന് തട്ടുമ്പോൾ സെന്റർ ബാക്കുകളായിക്കൊണ്ട് പ്രീതം കോട്ടാലും മിലോസ് റിഞ്ചിച്ചിനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി മിഡ്ഫീൽഡിലേക്ക് കടക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിംഗ് ആയിക്കൊണ്ട് ഡാനിഷ് ഫാറൂഖും റൈറ്റ് വിംഗിലായിക്കൊണ്ട് ഫ്രെഡി ലാവമാവിയും കളിക്കുമ്പോൾ ഇരുവർക്കും മുന്നിലായിക്കൊണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിൽ അഡ്രിയാൻ ലൂണയും നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരികയാണെങ്കിൽ ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് നോഹ സദോയും റൈറ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് കോറോ സിംഗും അണിനിരക്കുമ്പോൾ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ജീസസ് സിമിസിനെ ആയിരിക്കും നമുക്ക് ആദ്യ 11-ൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു മത്സരത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽപ്പെട്ട ഒരു പോസിബിൾ ലൈനപ്പും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ ഒരു മത്സരത്തിലെ സ്കോറും ഒന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ
ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ അനാലിസിസ് വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.